ശ്രീലാസ് ബാബു, എന്തുകൊണ്ടാണ് വന്ദേ മാതരത്തിന്റെ പൂർണ്ണ രൂപം എതിർക്കപ്പെടുന്നത്? അത് ബി.ജെ.പി. സർക്കാർ എന്നുള്ള ഒരൊറ്റ ലേബലിലാണോ ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുന്നത്? അല്ല, ബി.ജെ.പി. സർക്കാർ എന്നൊരു ലേബൽ മാത്രമല്ല. നമ്മുടെ നാടിനകത്ത് എന്തെല്ലാം പുതിയ കാര്യങ്ങൾ വന്നാലും ആ പുതിയ കാര്യങ്ങളിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബാക്കപ്പ് ഉണ്ടെങ്കിലും അത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമാണ് എങ്കിലും അതിലൊക്കെ മതവും ജാതിയും കാണുക, അതിൻ്റെ വർഗം നോക്കുക എന്ന് പറയപ്പെടുന്ന ഒരു നിലപാടിലേക്ക് ചില വ്യക്തികൾ, ചില സംഘടനകൾ മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു തുറന്ന ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്ന ഈ വിവാദം. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് 150-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ച സമയത്ത് ആ കാര്യത്തെ ഭംഗിയായി കേന്ദ്ര സർക്കാർ എടുക്കുകയും കേന്ദ്ര സർക്കാർ അത് കൃത്യമായിട്ടുള്ള സർക്കുലറായി അല്ലെങ്കിൽ പ്രോട്ടോകോൾ അതിന് ഇറക്കുകയൊക്കെ ചെയ്തു. അതിൽ വിവാദം ക്രിയേറ്റ് ചെയ്യുന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ്. അങ്ങനെ മതപരമായ കാര്യങ്ങളിൽ ഈ വിവാദം ക്രിയേറ്റ് ചെയ്യുന്നിടത്താണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് മതത്തിന് അടിമപ്പെടുത്തി കൊടുത്ത ഒരു രാഷ്ട്രീയ പാരമ്പര്യം കൂടി ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇതിനെ എതിർക്കുന്നു എന്നുള്ളത്. അറിയാമല്ലോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ബ്രിട്ടീഷുകാരും മാത്രമാണ് വന്ദേ മാതരത്തിനെ ഒരു കാലഘട്ടത്തിൽ എതിർത്തതും നിരോധിക്കണമെന്ന് വാശി പിടിച്ചതുമൊക്കെ നിങ്ങൾക്കറിയാം. ആ വാശി എന്തായിരുന്നു അവർക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശോധിക്കുന്നിടത്താണ് ഇവർ ഇന്ന് ഈ ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ കൃത്യമായ കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. ദേശീയ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ളൊരു പോരാട്ട വിളിയായിട്ടാണ് ആ സമയത്ത് ഒരു സ്ലോഗനായി ആ സമയത്ത് വന്ദേ മാതരം പാടിയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും. ഏത് 1995, 1905 ആയിക്കോട്ടെ, 1906 ആയിക്കോട്ടെ, 1909 ആയിക്കോട്ടെ, 12 ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ സമയങ്ങളിലും നടന്നിരുന്ന ഓരോ ബ്രിട്ടീഷുകാരുമായി നടന്ന വിഷയങ്ങളിൽ, അതേപോലെ തന്നെ 905 നടന്ന ബംഗാൾ ആൻറ്റി വിഭജനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. അന്ന് സ്കൂളുകളിൽ 200ഓളം സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് നേരെ 5 രൂപ ഫൈനടിച്ച ബ്രിട്ടീഷുകാരൻ്റെ ചരിത്രം വരെ നമുക്കറിയാം. അന്ന് മതത്തിൻ്റെ ഭാഗത്തല്ല ബ്രിട്ടീഷുകാരനെ എതിർത്തത്, അത് കൊളോണിയസത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിപ്ലവ നീക്കമായി കണ്ടുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇതിനെ എതിർത്തത്. പക്ഷേ മുസ്ലിം ലീഗ് എതിർത്തത് ആ വിഷയവുമായി ബന്ധപ്പെട്ടല്ല. നമ്മളൊരു കാര്യം ചരിത്രം മനസ്സിലാക്കണം. 1907 മേഡം ഭിക്കാജി കാമ എന്ന് പറയപ്പെടുന്ന വ്യക്തി സ്വാഭാവികമായിട്ട് ബെർലിനിലെ ട്രൈക്കളർ നമ്മുടെ പതാക ഉയർത്തുന്ന സമയത്ത് അതിൽ ആലേഖനം ചെയ്തതും ഇതേ വന്ദേ മാതരം തന്നെയാണ്. 1909 ഓഗസ്റ്റ് 17 മദൻലാൽ ഡിംഗ്ര എന്ന് പറയപ്പെടുന്ന വ്യക്തി ഇംഗ്ലണ്ടിൽ ഹാങ് ചെയ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വരികളും അദ്ദേഹം ആ സമയത്ത് ഉന്നയിച്ച വരികളൊക്കെ ഇതേ വരികൾ തന്നെയാണ്. 1912 1909 ഗോപാലകൃഷ്ണ ഗോഖലെയുമായി ബന്ധപ്പെട്ട സൗത്ത് ആഫ്രിക്കയിലായിക്കോട്ടെ അദ്ദേഹത്തെ റിസീവ് ചെയ്ത സമയത്തും അതുപോലെ തന്നെ നിരവധി സമയങ്ങളിലൊക്കെ വന്ദേ മാതരത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ലോഗൻ ഉന്നയിച്ചുകൊണ്ട് തന്നെ വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രവർത്തിച്ചിരുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 10,000-കണക്കിന് ഹൈന്ദവനെന്നോ മുസൽമാനെന്നോ മറ്റു ഒരു മതവും നോക്കാതെ 10,000-കണക്കിന് വ്യക്തികൾ ഇതേ ഗാനം ആലപിച്ചും ഇതേ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചും ഇതേ വരികളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിലും, സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനത്തിലും നമ്മൾ രംഗത്ത് വന്നിരുന്നത്. ഈ ബഹുമാനിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഒരിക്കൽ ചോദിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പ്രിയങ്ക ഗാന്ധി എന്താണ് ചോദിച്ചത്? ഒരിക്കൽ പറഞ്ഞത് 1896 ഞങ്ങളല്ലേ ഇത് പാടിയത് എന്ന് ഒരു കാലഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി ചോദിച്ച ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർ ഇതിനെ പരിപൂർണമായി അംഗീകരിച്ചിരുന്നു. ജാതീയമായി മതപരമായിട്ട് അടിമപ്പെടലിൻ്റെ ഭാഗമായിട്ട് ഇതിനെ നിരോധിച്ചു, ഇതിൻ്റെ സ്റ്റാൻസുകൾ മാറ്റാൻ തീരുമാനിച്ചു. ആ തീരുമാനമെടുത്ത വരെ 55ഓളം കൊല്ലത്തോളം കോൺഗ്രസ് ഇതിനെ അംഗീകരിച്ചിരുന്നു. കോൺഗ്രസ് ഇത് ഭംഗിയായി കൊണ്ടു നടന്നിരുന്നു. എല്ലാ ഒക്കേഷൻസിലും കോൺഗ്രസ് പാടിയിരുന്നു. അവിടെ മുസ്ലിമോ ഹൈന്ദവനോ കോൺഗ്രസിലും മുസ്ലിം പ്രവർത്തകരുണ്ടായിരുന്നല്ലോ. ഒരു വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഈ നാടിനകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇതിനെ മതപരമായ രീതിയിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങളിലേക്ക് കോൺഗ്രസ് മാറിയ സമയത്ത്, കോൺഗ്രസ് മതത്തിന് അടിമപ്പെടുന്ന സമയത്താണ് ഇതൊക്കെ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നതും അതിനെ വലിയ രീതിയിലേക്ക് മാറ്റപ്പെടുന്നതും അതിനെ വക്രീകരിച്ച് ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുന്നതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ഭാരതത്തിൻ്റെ ദേശീയപരമായിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കുന്ന സമയത്ത് അവിടെ ഇതിനകത്ത് കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ വിദ്യയായിക്കോട്ടെ, അതേപോലെ തന്നെ വിവേകവും ശക്തിയും അഭിവൃദ്ധിയും സുരക്ഷയും ഒക്കെ ഉൾക്കൊള്ളുന്ന വരികളെ ബഹുമാനിച്ചുകൊണ്ട് അത് നെഞ്ചിൽ ചേർത്ത് പാടിക്കൊണ്ടാണ് നമ്മൾ ഈ നാടിനെ പുൽകിയതും ഈ നാടിന് വേണ്ടി പോരാടിയതും ആ നാടിന് വേണ്ടി പോരാടിയിട്ടുള്ള നിരവധി ആളുകളോടുള്ള ബഹുമാനവുമാണ് ഈ 150-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ഈ വന്ദേ മാതരത്തിന് കൊടുക്കുന്നത്. അതിനെ ഉൾക്കൊള്ളാനായിട്ട് ഇവിടെ വർഗീയ കോമരങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ജാതിയും മതവും വർഗവും മാത്രമാണ് ഇന്നും ഭക്ഷിക്കുന്നതും ഉടുക്കുന്നതും വിസർജിക്കുന്നതുമായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനകത്ത് രാഷ്ട്രീയ താല്പര്യങ്ങളും അധികാര താല്പര്യങ്ങളും മതരാഷ്ട്രം വേണമെന്ന് പറയപ്പെടുന്ന വാദങ്ങളുടെ താല്പര്യത്തിൻ്റെയൊക്കെ ഒരു ഇതായിട്ട് നമ്മൾ കണ്ടാൽ മതി. BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഇതിനൊരു മതമുള്ളൂ, റീജിയൻ ഓഫ് പാട്രിയോട്ടിസം എന്ന് പറയും. ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നതും ആ കാഴ്ചപ്പാടിൽ തന്നെ മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവ് കൃത്യമായി പാലിക്കപ്പെടുക തന്നെ ചെയ്യും. ഞങ്ങളിത് ഉത്തരവ് പുറപ്പെടുവിച്ചത് രാജ്യത്തിൻ്റെ ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ചരിത്രത്തിലെ നമുക്ക് വേണ്ടി പോരാടിയ വ്യക്തികളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ്. ആ ബഹുമാനം മറ്റിതിനെ എതിർക്കുന്നവർക്ക് ഇല്ല എങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. പരിപൂർണമായും നമ്മൾ തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തും. അത് അവർ അംഗീകരിക്കുന്നില്ല എങ്കിൽ, അത് രാജ്യത്തിന് വിരുദ്ധമായിട്ടാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എതിർക്കുകയും ചെയ്യും. ശരി.